മനുഷ്യർക്കൊപ്പം എന്ന ഒരാശയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. മനുഷ്യർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഉത്കൃഷ്ട വർഗം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് വിശ്വസിക്കേണ്ടത്, ജീവിതക്രമങ്ങൾ എങ്ങനെ വേണം എന്നെല്ലാം കൃത്യമായി സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് യഥാർത്ഥ വിശ്വാസം വെച്ചു പുലർത്തുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് മരണശേഷം സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തിൽ പിഴവ് വരികയും അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ശിക്ഷയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശ്വാസത്തോടൊപ്പം തന്നെ തെറ്റായ കർമ്മങ്ങൾ ചെയ്തവർക്ക് അല്ലാഹു മാപ്പ് നൽകാത്ത പക്ഷം ഹ്രസ്വകാല ശിക്ഷകൾ നൽകപ്പെടുകയും അവസാനമായി സ്വർഗത്തിൽ കടക്കുകയും ചെയ്യും എന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ അവൻ്റെ വിശ്വാസം ശരിയാകലും ശരിയാകാതിരിക്കലും കർമ്മങ്ങളിലുള്ള പാകപ്പിഴവുകളും ഒന്നും തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനോ ഭൂമിയിൽ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നതിനോ ഒരിക്കലും എതിരാകുന്നില്ല. എല്ലാവർക്കും അല്ലാഹു വെള്ളം കൊടുക്കും, എല്ലാവർക്കും ഭക്ഷണം നൽകും. ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. മാനുഷിക പരിഗണനകൾ എല്ലാവർക്കും നൽകപ്പെടേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ്റെ ഉദ്ബോധനം മതകീയമായ കാര്യങ്ങളെ യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ യാ അയ്യുഹന്നാസ് ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പൊതുകാര്യങ്ങൾ ഉണർത്തുന്നത്. അയ്യുഹന്നാസ് മനുഷ്യരെ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തി, അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുൻ നാസ വയസ്ബിറു അലാ അദാഹും ഖൈറുൻ മിൻ അല്ലദീ ലാ യുഖാലിത്തുൻ നാസ വലാ യസ്ബിറു അലാ അദാഹും. മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുകയും മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. മനുഷ്യരുടെ കൂടെ നിൽക്കുമ്പോൾ അവരിൽ നിന്നുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും. അവരുടെ പരാതികൾ കേൾക്കേണ്ടി വരും, അവരുടെ ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും. മനുഷ്യരിൽ നിന്നുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യരുമായി ചേർന്നു നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ സഹിച്ച് മിക്സ് ആയി ജീവിക്കുന്ന മനുഷ്യൻ മുഅ്മിൻ, അവനാണ് ഉത്തമൻ. സമൂഹത്തിലിറങ്ങാതെ ഒരിടത്തു മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് പ്രാർത്ഥനയുമായി കഴിയുന്ന നല്ലൊരു മനുഷ്യനേക്കാളും അത്യുത്തമനായ മനുഷ്യൻ സമൂഹത്തിലിറങ്ങുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യുഖാലിത്തുൻ നാസ, മുഅ്മിൻ എന്നല്ല പറഞ്ഞത്, മനുഷ്യരുമായി ഇടപഴകുക എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ പരലോകം രക്ഷപ്പെടണം, അതിനുവേണ്ടി സൽക്കർമ്മങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. വിശ്വാസം ശരിയാകണം. എന്നാൽ എല്ലാവരുമായുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടപാടുകൾ വളരെ കൃത്യമാവുകയും നന്നാവുകയും വേണം എന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. കടബാധ്യസ്ഥരായ ആളുകളെ മരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവരുടെ മേൽ ജനാസ നിസ്കരിക്കുകയില്ല. ബാധ്യതയുമായി പോകുന്നവന് വേണ്ടി എങ്ങനെയാണ് പൊറുക്കലിനെ തേടുക? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, നബിതങ്ങളാണ് മുഅ്മിനീങ്ങളുടെ രക്ഷിതാവ്. വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, നബിതങ്ങളുടെ ഭാര്യമാർ അത് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിന് തങ്ങളോടും കുടുംബത്തോടുമുള്ള അടുപ്പം അത്രയും വലുതാണ്, തിരിച്ചുള്ള ബാധ്യതയും വളരെ വലുതാണ്. അന്നു മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ കടക്കാരുടെയും ബാധ്യതകൾ ഏറ്റെടുക്കും. ആർക്ക് കടമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞ് മരിച്ചവർക്ക് കടമുണ്ടെങ്കിൽ
അത് നബിതങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിർവഹിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ യഹൂദികൾ നബിതങ്ങളുമായി ഉടമ്പടി ഉണ്ടാക്കി. കാരണം നബിതങ്ങളുടെ സ്വഭാവത്തെയും നബിതങ്ങളുടെ നീതിബോധത്തെയും നീതിശീലത്തെയും അറിയുന്നവരായതുകൊണ്ടാണ് നബിതങ്ങളുമായി അങ്ങനെ അവർ കരാറുണ്ടാക്കിയിരുന്നത്. 40 വർഷത്തിൻ്റെ ദൈർഘ്യം അത്രയും അപ്പുറത്തുനിന്ന് കേൾക്കാൻ ശ്വസിക്കാൻ കഴിയുന്ന സ്വർഗത്തിൻ്റെ വാസന, ഒരു മുആഹദിനെ സന്ധിയിലേർപ്പെട്ട ഒരാളെ വധിച്ചാൽ അവന് സ്വർഗം കിട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വളരെ സങ്കീർണമായൊരു വിഷയത്തിൽ പാതകം ചെയ്ത, താൻ പണം കൊടുത്ത് ജീവിതം നയിച്ചിരുന്ന, താൻ സ്പോൺസർ ചെയ്തിരുന്ന ഒരാൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം മകളെപ്പറ്റി ആരോപണം പറഞ്ഞൊരു കൂട്ടരുടെ കൂടെ നിന്ന കാരണം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി എൻ്റെ സ്പോൺസർഷിപ്പ് ഇല്ല, ഇനി എനിക്ക് സഹായിക്കാൻ പറ്റുകയില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുന്നത്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബാ വൽ മസാകീൻ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയും കഴിവും ഉള്ള ആളുകൾ കുടുംബക്കാരുടെയും പാവപ്പെട്ടവരുടെയും അഭയാർത്ഥികളുടെയും എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവരെ സഹായിക്കുകയും വേണം. അവരിൽ നിന്ന് വല്ല തെറ്റുകളും വന്നാൽ ഫല്യഅഫു വല്യസ്ഫഹു വല്യഅഫു വല്യസ്ഫഹു, മാപ്പ് കൊടുക്കണം, വിടുതി കൊടുക്കണം, അവരുമായി നിങ്ങൾ സഹകരിച്ചു പോകണം, സഹായിക്കണം, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരെ പോലും സഹായിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. അത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള സന്ദേശമാണത്. അത് ഉൾക്കൊണ്ടാണ് മുൻകഴിഞ്ഞ സ്വാലിഹീങ്ങൾ, നബിതങ്ങളെ പിൻപറ്റിക്കൊണ്ട് സ്വഹാബത്തും താബിഴുകളും തബഉ താബിഴുകളും ഔലിയാക്കന്മാരും ആ ഒരു രീതി തന്നെയാണ് ലോകത്ത് അവലംബിച്ചിട്ടുള്ളത്. മമ്പുറം തങ്ങളുടെയും ജിഫ്രി തങ്ങളുടെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെയും കേരളത്തിൽ ജീവിച്ച മഹച്ചരിതരായ പണ്ഡിതന്മാരുടെ മുഴുവനും ജീവിതം പരിശോധിച്ചാൽ അവരുടെ കൂടെ നിന്നവരും അവരുടെ സെക്രട്ടറി ആയിരുന്നവരും അവരുടെ കാര്യസ്ഥന്മാരായി പ്രവർത്തിച്ചവരും എല്ലാം മറ്റു മതസ്ഥരായ വലിയ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ആശയത്തെ ഉൾക്കൊണ്ട് ശാന്തിയും സമാധാനവുമുള്ളൊരു രാജ്യം ഇവിടെ നിലകൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയകാല ചരിത്രങ്ങളിൽ നാട്ടിൽ സംഭവിച്ച പല വിഷയങ്ങളിൽ പലപ്പോഴും ഉണ്ടായ കലാപങ്ങളോ കലഹങ്ങളോ തമ്മിലുള്ള തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അത്തരം ചരിത്രങ്ങളെ വീണ്ടും എടുത്തു പറഞ്ഞ് അവയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആളുകളെ തമ്മിൽ അകറ്റാനുള്ള ശ്രമങ്ങളല്ല യഥാർത്ഥത്തിൽ മനുഷ്യരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. യോജിക്കാനും സ്നേഹിക്കാനും വേണ്ടിയുള്ള കഥകളും ചരിത്രങ്ങളും പറഞ്ഞു കൊടുക്കുകയും അല്ലാത്ത കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകേണ്ടത്. കേരള യാത്രയുടെ ഈ സന്ദേശം ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കൂടെ കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. യാത്ര മംഗളമാകട്ടെ, സുരക്ഷിതമാകട്ടെ, വിജയകരമാകട്ടെ. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അതിന് അനിവാര്യമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.